Hey all, welcome back to today's session. Today we'll be dealing with oscillations and some important points related to oscillations. We'll be doing it in 3 or 4 parts because we have to do it in section wise, otherwise it will be confusing for you. So this session is mainly meant for the basics, basic questions and basic theory questions based on oscillations. So let us start. Okay. Before going to oscillations, or this is mainly deal with simple harmonic motion, let us classify motion into 3. The first type of motion is periodic motion. A periodic motion is a motion which repeats after regular interval of time. Periodic motion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മൂവ്മെന്റ് ആണോ കൃത്യമായിട്ടുള്ള ടൈം സ്പാനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുക. എക്സാമ്പിൾ പറയുമ്പോൾ പീരിയോഡിക് മോഷൻ നമുക്കറിയാം റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് എർത്ത് അല്ലേ. എർത്തിന്റെ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യപ്പോഴാണ് 24 hours-ലാണ്. റെവല്യൂഷൻ വിൽ ബി കംപ്ലീറ്റഡ് ഇൻ സേ സം 365.25 days-ലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അത് രണ്ടും എന്ത് തന്നെയാണ്, പീരിയോഡിക് മോഷൻസ് ആണ്. ഓക്കെ, ഇനി കമ്മിങ് ടു ഓസിലേറ്ററി മോഷൻ. അപ്പൊ ടൈം പീരീഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം. പീരിയോഡിക് മോഷന്റെ പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പീരീഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഒരു കോൺസ്റ്റന്റ് ടൈമിന്. അപ്പൊ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയാണ് 2 സെക്കൻഡിൽ ഒരു കുഞ്ഞു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ 2 സെക്കൻഡിലും അത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ തിരിച്ചെത്തണം എന്നാണ് അല്ലെ. അപ്പൊ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം, ടൈം പീരീഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇനി കമ്മിങ് ടു ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കുമാണ്. ഇറ്റ് ഇസ് പീരിയോഡിക് as well as it is a to and fro motion about a mean position. അപ്പൊ പീരിയോഡിക്കും ആയിരിക്കണം ടു ആൻഡ് ഫ്രോ മോഷൻ. ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നത് ഒരു മെയിൻ പൊസിഷൻ ഉണ്ടാവും. എബൌട്ട് ആ മെയിൻ പൊസിഷൻ ഇത് ആ കോൺസ്റ്റന്റ് ടൈം പീരീഡ് വെച്ചിട്ട് ഓസിലേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഓസിലേറ്ററി മോഷൻ. സാധാരണ നമ്മൾ പറയാം സിമ്പിൾ പെൻഡുലം എന്താണ്, ഓസിലേറ്ററി മോഷൻ ആണ്. ഓക്കെ, മൂന്നാമത്തെ മോഷൻ ആണ്. അപ്പൊ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു സിമ്പിൾ പെൻഡുലം ആണ് ഓസിലേറ്ററി മോഷൻ. മൂന്നാമത്തെ മോഷൻ ആണ് SHM. SHM എന്ന് പറയുന്നത് പീരിയോഡിക് ആയിരിക്കണം. It should be periodic oscillatory. പിന്നെയുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the force acting on the particle is directly proportional to displacement from mean position. I can take displacement as x, y or z, or if it is an angular displacement angle theta എന്ന് എടുക്കാം. പക്ഷെ ഞാനിവിടെ x coordinate മാത്രം എടുക്കണു, നമുക്ക് അതിലേക്ക് വരാം. So f is directly proportional to displacement from mean position and it should be opposite to displacement എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പൊസിഷനിലെ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണലും ആയിരിക്കും. പക്ഷെ ആ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുക, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരിക. ആ ഫോഴ്സ് വരിക. ഓർ ഐ ക്യാൻ സേ ദാറ്റ് F is equal to നമ്മൾ -kx എന്ന് പറഞ്ഞ ഫോർമുല എഴുതുക. ഇങ്ങനെ വരുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, SHM എന്ന് വിളിക്കുക. അപ്പൊ SHM എന്തായിരിക്കണം, പീരിയോഡിക്കും ആയിരിക്കണം, പിന്നെ ഓസിലേറ്ററി. വി വിൽ ഡീൽ വിത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് SHM in this chapter അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് പറയാം. ഇനി ഇതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തിയറി പോയിന്റിലാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക. നമ്മൾ ചോദിക്കും all oscillatory which of the following statements are true or false എന്നാണ് ചോദിക്കുക. All oscillatory motions must be periodic, need not be SHM. All oscillatory motions must be periodic, need not be എന്താണ്, SHM. ഇനി അടുത്തത് all SHM should be periodic and എന്താണ്, oscillatory. All SHMs should be periodic and എന്താണ്, oscillatory ആണ്. Again all periodic motions need not be oscillatory or എന്താണ്, SHM. അപ്പൊ റൊട്ടേഷൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് മാത്രമാണ്, അതെന്തല്ല, ഓസിലേറ്ററി അല്ല. അപ്പൊ നമ്മൾ എല്ലാ പീരിയോഡിക് മോഷൻസും എന്താവണമെന്നില്ല, ഓസിലേറ്ററി ആവണമെന്നില്ല. അപ്പൊ പീരിയോഡിക് മോഷൻസ് ഏതാന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതൊക്കെ ഓസിലേറ്ററി ആണോ എന്ന് എങ്ങനെയാ നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ അടുത്ത ഇതിൽ പറയാൻ പോവാണ്. നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. Now let us go to differential equation for SHM or equation for SHM. അപ്പോൾ already we found that SHM എന്ന് പറയുന്നത് F is directly proportional to displacement and opposite to the direction of displacement ആയിരിക്കണം. അപ്പൊ F is equal to നമ്മൾ -kx എന്നാണ് എഴുതുക. അപ്പൊ K is known as force constant.
ഓക്കെ, അപ്പം കെ നമ്മളുടെ ഇക്വേഷന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നൊക്കെയാണ് നമ്മൾ പറയാ. ഇനി ഇതിൽ നമുക്കറിയാം ദിസ് ഇസ് എം എ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ എന്നാണ്. മാസ് കോൺസ്റ്റന്റ് അല്ലേ, കോൺസ്റ്റന്റ് ആയിട്ട് മാസുള്ള പാർട്ടിക്കിൾ ആണ് ഓസിലേറ്റ് ചെയ്യുക. അപ്പൊ ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് ആണ് അല്ലെ. ഈ ആക്സിലറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് ആണ്. ഇതൊരു ഇക്വേഷൻ, ഇത് കറക്റ്റ് ആണ്. ദിസ് ഇസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എസ് എച്ച് എം. ഇനി ഈ ടേം നോക്കുകയാണെങ്കിൽ കെ ഇസ് എ കോൺസ്റ്റന്റ്, ഫോഴ്സ് കോൺസ്റ്റന്റ്, എം ഇസ് ഓൾസോ കോൺസ്റ്റന്റ്. അപ്പൊ കെ ബൈ എമ്മിനെ നമ്മൾ എഴുതുക ഒമേഗ സ്ക്വയർ എന്നാണ്, ഓർ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ദിസ് ഇസ് നോൺ ആസ് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് എസ് എച്ച് എം. എന്താ വിളിക്കുക? ആംഗുലർ ഫ്രീക്വൻസി ഓഫ് എസ് എച്ച് എം എന്നാണ് വിളിക്കുക. അപ്പൊ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് വരും. അല്ലെങ്കിൽ ഇതും കറക്റ്റ് ആണ്, ഇതിന്റെ വേറൊരു ഫോം ആണിത്. ഓർ ഒന്നുകൂടെ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0. ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, എക്സ് ആണ് നമുക്ക് വേരിയബിൾ എങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എസ് എച്ച് എം. അല്ലെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അപ്പൊ ഏതെങ്കിലും സാധനത്തിലെ ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് വന്നാലും അത് എന്ത് തന്നെയാണ്? എസ് എച്ച് എം തന്നെയാണ്. നമ്മുടെ എൻ സി ആർ ടിയിലെ പുറകില് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എ ഇസ് ഈക്വൽ ടു മൈനസ് 0.1x. ഇത് എസ് എച്ച് എം ആണോ? ആണ്, ബിക്കോസ് എ ഇസ് proportional to minus x ആണ്. സോ ദാറ്റ് ഇസ് SHM. അപ്പൊ അതിൽ ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ എത്രയെന്ന് പറയുന്നത് 0.1 എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒമേഗ ഈക്വൽ എന്താ 2π/t. അതിൽ നിന്ന് ടൈം പീരീഡ് ഈക്വൽ ടു 2π/ എന്ത് വരും? ഒമേഗ എന്ന് വരും. അപ്പൊ അതിനെ ചെക്ക് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഇങ്ങനെ തന്നാലോ ഡി സ്ക്വയർ y/dt സ്ക്വയർ ഇസ് ഈക്വൽ ടു 0.1y ഇങ്ങനെ തന്നല്ല. ബിക്കോസ് ഇവിടെ എന്ത് പോയി? ഇവിടെ മൈനസ് സൈൻ പോയി. ആ മൈനസ് സൈനും കൂടി ഉള്ളതാണ് നമുക്ക് എന്ത് വരാം? ആക്സിലറേഷൻ വരാം. ഓക്കെ, അപ്പം SHM ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ആൻ SHM ചോദിച്ചു കഴിഞ്ഞാൽ either you can compare this, അതായത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 വരുന്നതാവാം. അല്ലെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് എന്ത് വരണം? ഒമേഗ സ്ക്വയർ എക്സ് വരണം. ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഫസ്റ്റ് പോയിന്റ് റിലേറ്റഡ് ടു എന്തെന്ന് പറയുന്നത്? SHM. ഓക്കെ, so this is the differential equation of SHM. Now what is the solution to this differential equation? It is a second degree differential equation in mathematics. അപ്പൊ SHM ആണ്. SHM ആകുമ്പോ പീരിയോഡിക് ആവണം. അതുപോലെ SHM ന്റെ കണ്ടീഷൻ എന്താ? F is equal to minus kx എന്ന് പറഞ്ഞ സാധനം ഒബേ ചെയ്യണം. മൈനസ് kx എന്ന് പറഞ്ഞാൽ ഒബേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം നമ്മൾ എക്സിന് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സേ എഫ് ഓഫ് ഒരു ഫംഗ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? മൈനസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു എന്ത് കിട്ടണം? എക്സ് വരണം. അങ്ങനത്തെ ഫംഗ്ഷൻസ് മാത്രം അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇതിനെ സൊല്യൂഷൻസ് എന്ന് വിളിക്കുള്ളൂ. അപ്പൊ നമുക്ക് മാത്സിൽ പലതരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഫോമാണ് വരിക. എക്സ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ കൊടുക്കാം, എക്സ് ഇസ് ഈക്വൽ ടു എയ്തർ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഓർ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി plus 5. These two represents the differential equation solution for SHM. അതായത് എക്സിന്റെ വാല്യൂ നമ്മൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും. അതേപോലെ ഈ ഇക്വേഷൻ കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു ഇതാണെങ്കിലും കിട്ടും. ഞാൻ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേരാം. ഇതിന്റെ ടേംസ് ഒക്കെ പറയാം. എ എന്ന് പറഞ്ഞത് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് ഇസ് നത്തിങ് ബട്ട് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ആംപ്ലിറ്റ്യൂഡ് ഓർ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, 5s, that is 5s. നോക്കാം, 5 is known as initial phase or it is known as epoch എന്നാണ് വിളിക്കുക. ഇനീഷ്യൽ ഫേസ് ഓർ എപ്പോക്ക്. ഓക്കെ, ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്നത് ടോട്ടൽ ഫേസ് ഓഫ് SHM. ടോട്ടൽ ഫേസ് അതായത് സൈനിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ് ടോട്ടൽ ആംഗിൾ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ കോസിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ് ടോട്ടൽ ആംഗിൾ. അത് നമ്മൾ ടോട്ടൽ ഫേസ് എന്ന് വിളിക്കും. ഓക്കെ, ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലം ഇനീഷ്യലി സപ്പോസ് ഇനീഷ്യൽ ഫേസ് ഇല്ല. ഒടുക്കത്തെ ഇനീഷ്യൽ ഫേസ് ഇപ്പൊ നമ്മള്
SHM സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാൻ വിട്ടുപോയി എന്ന് വിചാരിക്കും. അതായത് നമ്മൾ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് നോക്കാൻ വിട്ടുപോയി. അപ്പൊ നമ്മൾ കണ്ണടച്ച് നോക്കുമ്പോഴേക്കും അത് കുറച്ചു ദൂരം പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പൊസിഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് എന്ന്. അല്ല ആ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളും അതിനെ നോക്കുവാണെങ്കിൽ അത് ഇനീഷ്യൽ ഫേസ് 0 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെന്റ് സിറ്റുവേഷൻ, ഫിസിക്കൽ സിറ്റുവേഷനെ വെച്ച് കൊടുക്കുന്നതാണ്. അതിന് നോക്കേണ്ട തൽക്കാലം ഇനീഷ്യൽ ഫേസ് 0 ആണെങ്കിൽ ഇത് ഇതിന്റെ സൊല്യൂഷൻ ആവോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? സപ്പോസ് നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ചെക്ക് വെദർ, അതായത് ചെക്ക് വെദർ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എസ് SHM ഓർ നോട്ട്, SHM ഓർ നോട്ട്. എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരു 3-4 ഫംഗ്ഷൻസ് വരും. ഇതിൽ ഏതാണ് SHM ഉള്ളത് അല്ലെങ്കിൽ ഏതാണ് SHM അല്ലാതെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഒന്ന് നിങ്ങൾക്ക് ഇത് തന്നെ ഓർത്ത് വെക്കുന്നത് SHM ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു ഫംഗ്ഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കണം. ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് എങ്ങനെ വരണം? d square x by dt square is equal to minus a constant into x എന്ന് പറഞ്ഞ ഫോമിൽ വരണം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കണം. ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുമ്പോൾ നോക്കാം. നമുക്ക് എക്സിന്റെ വാല്യൂ ഞാൻ കൊടുക്കാം. അവിടെ നമ്മൾ ചെക്ക് ചെയ്ത് തരാം. x is equal to a sin omega t. ഇനി എന്താ ചെയ്യണം? അതിനെ dx by dt കണ്ടുപിടിക്കുക. dx by dt ചെയ്യുമ്പോൾ ഞാൻ അത് കാണിക്കുന്ന കുറെ പേര് മാത്സ് പഠിക്കാത്ത കുട്ടികൾ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം a sin omega t നെ ചെയ്യുമ്പം cos omega t into omega ആണ്. sin omega t നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത് cos omega t into omega ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ എനിക്ക് a omega cos omega t എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്തത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. d square x by dt square. അപ്പോഴും കോൺസ്റ്റൻസ് ആരായി? a omega പുറത്തു വന്നു. cos omega t നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ഓക്കെ, അപ്പൊ എനിക്ക് വരാം മൈനസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി. നോക്കണേ, a sin omega t is nothing but x അല്ലേ? ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? d square x by dt square is equal to minus a constant into x എന്നാണ്. അപ്പൊ ഇത് എന്ത് റെപ്രസെന്റ് ചെയ്യണതാണ്? SHM തന്നെയാണ്. ഇങ്ങനെയാണ് നമുക്കിപ്പോ sin omega t cos omega t എന്തായാലും SHM ആണ്. ഇനി നമ്മളെ തെറ്റിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നു എന്ന് വെച്ചോ, സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി, അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി സൈൻ സ്ക്വയർ ഒമേഗ ടി, അല്ലെങ്കിൽ കോസ് സ്ക്വയർ ഒമേഗ, അങ്ങനെ തരുന്നത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യണ്ടേ? ഇങ്ങനെ ചെക്ക് ചെയ്യണം. 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ചെക്ക് ചെയ്യാൻ. അപ്പൊ ഇപ്പോഴത്തെ ഫോർ ദ ടൈം ബീങ് ജനറൽ സൊല്യൂഷൻ ഫോർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM is x is equal to either a sin omega t plus 5 or x is equal to a cos omega t plus 5. ഇനി എപ്പൊക്കെ a sin omega t യൂസ് ചെയ്യണം, എപ്പോഴാണ് a cos omega t യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, now let us check when to use a sin omega t and when to use a cos omega t. For the time being I am taking initial phase is equal to 0. We will be doing a second video based on phase and phase difference, path difference or time difference etc. Okay, so initially we will be taking phase is equal to 0. അപ്പം മീൻ ഇപ്പോൾ ഒരു പാർട്ടിക്കുലർ SHM എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്ന് സ്റ്റഡി മെയിൻ പൊസിഷൻ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, തിരിച്ചു വന്നു, തിരിച്ചു പോയി, ഇങ്ങനെ വരണം. അതായത് ഇവിടെ പോയി, തിരിച്ചു വന്നു, ഇവിടെ പോയി, ഇപ്പോഴാണ് ഓരോ ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനെ വന്നു, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ when it starts from mean position ആണെങ്കിൽ mean position ആണെങ്കിൽ at t equal to 0 displacement should be 0. mean position നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ displacement is always measured from എവിടെ നിന്നാണ്? mean position ആണ്. അപ്പൊ t equal to 0 സ്റ്റാർട്ടിംഗ് ടൈമിൽ അത് mean പൊസിഷനിലാണ് നിൽക്കണമെങ്കിൽ അതിന്റെ x ന്റെ വാല്യൂ എന്തായിരിക്കണം? 0. അപ്പൊ x ന്റെ വാല്യൂ t equal to 0 വരണമെങ്കിൽ x is equal to ഏത് കൊടുക്കണം? a sin omega t കൊടുക്കണം. x is equal to എന്ത് കൊടുക്കണം? a sin omega t കൊടുക്കണം. ഇനി അപ്പൊ നമ്മൾ എന്താ, ഒരു പാർട്ടിക്കിൾ when it starts from mean position ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ a sin omega t ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് x is equal to a sin omega t. Suppose the particle starts from extreme position. അപ്പൊ എന്താ? t equal to 0 ഇത് എക്സ്ട്രീം പൊസിഷനിലാണ്. അപ്പൊ മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? a ആണ്. അതായത് t equal to 0 x equal to a എന്ന് കിട്ടണം. x equal to a എന്ന് കിട്ടുന്ന ഫംഗ്ഷൻ ഏതായിരിക്കണം? x is equal to എന്താ വരിക? a cos omega t. So this is the simplest level of explanation
explanation of A sin omega t and A cos omega t. Means, suppose you have a question which is based on a particle starts from mean position. എന്ന് പറഞ്ഞിട്ട് words ഉണ്ടെങ്കിൽ always substitute x is equal to A sin omega t. And if the question if the particle starts from extreme position എന്ന് പറയുവാണെങ്കിൽ always use ചെയ്താണ് A cos omega t. ഇതാണ് simplest. ഇനി ഇതിനെ ഒന്ന് നമുക്ക് represent ചെയ്ത് നോക്കാം. ഇതില് ഞാൻ ഇത് മാറ്റി വരയ്ക്കാം. അപ്പൊ x is equal to A. നമ്മളാണെങ്കിൽ ഇങ്ങനെ പാർട്ടിക്കിൾ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സൈൻ ഫംഗ്ഷൻ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ദിസ് ഇസ് മീൻ പൊസിഷൻ. സംശയമില്ലല്ലോ, ഇതെന്താ എക്സ്ട്രീം പൊസിഷൻ ആണ്. വീണ്ടും ഇത് മീൻ പൊസിഷൻ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോയി തിരിച്ചിവിടെ വരെ വന്നു. മീൻ പൊസിഷൻ, അടുത്തത് എക്സ്ട്രീം പൊസിഷൻ, വീണ്ടും മീൻ പൊസിഷൻ. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകണം. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ എക്സ്ട്രീം പൊസിഷൻ ആണ് ഈ എക്സ്ട്രീം പൊസിഷൻ ആണ് ഇത്. എഗെയിൻ തിരിച്ചു വന്നു, എഗെയിൻ മീൻ പൊസിഷൻ. അപ്പൊ ഇവിടെ ആകുമ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യുക? എ സൈൻ ഒമേഗ ടി. ഞാൻ റീസൺ പറഞ്ഞു എന്തുകൊണ്ടാണ് എ സൈൻ ഒമേഗ ടി വന്നതെന്ന്. ഇവിടെ ആകുമ്പോൾ എന്താ യൂസ് ചെയ്യുക? എ കോസ് ഒമേഗ ടി. ഓക്കെ, ബട്ട് എ കോസ് ഒമേഗ ടി ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ട്രിഗ്നോമെട്രി ആണ്. NCERT ടെക്സ്റ്റിന്റെ ബാക്കില് കുറച്ച് റിലേഷൻസ് പഠിക്കാൻ പറഞ്ഞ് തന്നിട്ടുണ്ട്. എല്ലാവരും അത് നോക്കുക. പാർട്ട് 1 NCERT പാർട്ട് 1 ഫിസിക്സിന്റെ ബാക്കിലുണ്ട്. അപ്പം ഇവിടെ സൈൻ ഒമേഗ ടി പ്ലസ് 5/2. അപ്പൊ തന്നെ കണ്ടു ഇവിടെ ഒരു ആംഗിൾ ഡിഫറൻസ് വന്നു. മീൻസ് മീൻ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളും എക്സ്ട്രീം പൊസിഷനിൽ നിൽക്കുന്ന ഒരാളും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് എത്രയെന്ന് പറയുന്നത്? 5/2. ഇപ്പൊ അത് കേട്ട് പേടിക്കണം, ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഫേസ് ഡിഫറൻസിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ഇതെന്താ? അടുത്ത മെയിൻ പൊസിഷനാണ്. അടുത്ത മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിനും ടെൻഡൻസി വേറെയാണ്. ഈ മെയിൻ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാനും മറ്റാൾക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാനും. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാം മൈനസ് എ സൈൻ ഒമേഗ ടി എന്നാണ്. എന്താ യൂസ് ചെയ്യുക? മൈനസ് എ സൈൻ ഒമേഗ ടി. അല്ലെങ്കിൽ ഇതിൽ ഇവിടെ 5/2, ഇവിടെ തൊട്ട് ഇവിടെ വരെ 5/2 ആണെങ്കിൽ ഇവിടെ വീണ്ടും 5/2 ആണ്. അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്കും ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും വരിക? പൈ ആയിരിക്കും വരിക. ഓക്കെ, അതേപോലെ തിരിച്ച് ഇവിടെ യൂസ് ചെയ്യുന്നതാണ് മൈനസ് എ കോസ് ഒമേഗ ടി ആയിരിക്കും. വീണ്ടും ഒരു 5/2 കൂടെ ആഡ് ചെയ്യും. അപ്പൊ എത്ര വരും? ഇവിടെ നിൽക്കുന്ന ആൾ നമ്മളെ ഫേസ് ഡിഫറൻസ് എത്രയാണ്? 5/2 പ്ലസ് 5/2 പ്ലസ് 5/2 എത്ര വരും? 3π/2. അപ്പൊ ഇതൊന്നും കേട്ട് പഠിക്കണം. ആകെ ഇതുമായി 2 പോയിന്റ്സ് ഓർത്ത് വെക്കുക. when a particle starts from mean position എന്ന് പറയുവാണെങ്കിൽ യൂസ് എ സൈൻ ഒമേഗ ടി. when a particle starts from extreme position എന്ന് പറയുവാണെങ്കിൽ യൂസ് ഏതാണ്? എ കോസ് ഒമേഗ ടി. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ടൈം ടേക്കൺ ബൈ എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ടു മൂവ് ഫ്രം mean position to extreme position. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മീൻ പൊസിഷൻ ടു ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. 3 എക്സ്ട്രീം പൊസിഷൻ ടു ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. ഇത് എങ്ങനെയാ ചെയ്യാം? ഓക്കെ, ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് നോക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രം മീൻ പൊസിഷൻ ടു എക്സ്ട്രീം പൊസിഷൻ. ഫ്രം മീൻ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ആദ്യം ഏത് മനസ്സിൽ വരണം? എ സൈൻ ഒമേഗ ടി യൂസ് ചെയ്യണം. വെറുതെ മീൻ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതിനെ യൂസ് ചെയ്യുക? എ സൈൻ ഒമേഗ ടി. ആൻഡ് ഗോയിങ് ഫ്രം മീൻ പൊസിഷൻ ടു അതർ എക്സ്ട്രീം പൊസിഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഒക്കെ പറയുകയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ വെറുതെ മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആണെന്ന് മാത്രം ആലോചിച്ച് വെക്കുക. അപ്പൊ അല്ലെങ്കിൽ അവർ പറയും സ്റ്റാർട്ടിംഗ് ഫ്രം മീൻ പൊസിഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു ഏത് യൂസ് ചെയ്യുക? എ സൈൻ ഒമേഗ ടി യൂസ് ചെയ്യുക. ബിക്കോസ് ഇനീഷ്യൽ ഫേസ് ഒന്നും പറഞ്ഞിട്ടില്ല, സ്റ്റാർട്ടിംഗ് ഫ്രം മീൻ പൊസിഷൻ ആണ്. ഇനി എന്താ എവിടേക്ക് പോവാനാ? എക്സിന്റെ വാല്യൂ എന്താവണം? അതർ എക്സ്ട്രീം പൊസിഷൻ ആണ്. അത് എത്ര വരെ? എ ആണ്. എ is equal to a sin omega t. അല്ലെ, എ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ 1 വന്നു. സൈൻ ഒമേഗ ടി ഈക്വൽ ടു 1. സൈൻ ഒമേഗ ടി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഒമേഗ ടി വരിക? ഒമേഗ ടി ഈക്വൽ ടു π/2. ഒമേഗ ടി ഈക്വൽ ടു എത്ര വരിക? π/2. നമുക്ക് വേണ്ട ടൈം ആണ് 2π/t into t is equal to π/2. π കട്ട് ചെയ്ത് കളഞ്ഞു. അഗൈൻ t is equal to എത്ര വരിക? t/4. അപ്പം ഫ്രം മീൻ പൊസിഷൻ ടു എക്സ്ട്രീം പൊസിഷൻ നമുക്ക് വേണ്ട ടൈം എത്രയാണ് വരുന്നത്? t/4 ആണ്. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം മീൻ പൊസിഷൻ ടു ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. ഇതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോകുന്നത് എപ്പോഴും നമ്മൾ സ്റ്റാർട്ടിംഗ് പോകുന്ന പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, പിന്നെ ഇങ്ങനെയാണ്. ഇതാണ് സ്റ്റാർട്ടിംഗ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർ പറയും starting from mean position towards the negative direction എന്ന് പറയും നമ്മളോട്. അപ്പൊ അതുകൊണ്ട് ഇത് കറക്റ്റ് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാം, സ്റ്റെപ്സ് പറയാം. ഫ്രം മീൻ പൊസിഷൻ ഉണ്ട്. അപ്പൊ ഏത് യൂസ് ചെയ്യണം? എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി യൂസ് ചെയ്യണം. എവിടേക്കാ പോണ്ടേ? ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ എത്ര വരും? a/2. ആംപ്ലിറ്റ്യൂഡ് എ ആണ്, ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് a/2. അപ്പൊ എ സൈൻ ഒമേഗ ടി മെന്റലി ചെയ്യാം. നമുക്ക് എ കട്ട് ചെയ്ത് കളഞ്ഞു. സൈൻ ഒമേഗ ടി ഹാഫ് വരിക എത്രയ്ക്കാ? സൈൻ തീറ്റ ഹാഫ് വരുന്നത് ഏത് ആംഗിളിനാണ്?
30 ഡിഗ്രിയാണ്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്താണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് 30 ഡിഗ്രിയാണ് വരുന്നത്. 30 ഡിഗ്രി ക്യാൻ ബി റിട്ടൺ ആസ് π/6. വീണ്ടും മറ്റതുപോലെ കൊടുക്കുക. പൈയുടെ വാല്യൂ 2π/T കൊടുത്തു. അഗെയിൻ t π/6. അഗെയിൻ π കട്ട് ചെയ്ത് കളഞ്ഞു. or t is equal to t/12 എന്നാണ് വരിക. സോ ദിസ് ഇസ് ദ വാല്യൂ or the time taken to move from എവിടുന്ന് എവിടേക്കാ mean position to half of the amplitude. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്താ എക്സ്ട്രീം പൊസിഷൻ ടു ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. എക്സ്ട്രീം പൊസിഷൻ ടു ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ആണ് എക്സ്ട്രീം പൊസിഷൻ. അപ്പൊ എവിടെ നിന്നാണ് നമ്മൾ ഇത് മീൻ പൊസിഷൻ അല്ലെ? എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് ഇവിടേക്ക് വരാൻ. അപ്പൊ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ടൈം 0, അതായത് സ്റ്റാർട്ടിങ് ഫ്രം എക്സ്ട്രീം പൊസിഷൻ. അപ്പൊ എന്താ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യണം എന്നാ പറഞ്ഞത്? കോസ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ കൊടുക്കുക എക്സ് ഇസ് ഈക്വൽ ടു ഏതാ കൊടുക്കണ്ടേ? എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് കൊടുക്കണം. അപ്പൊ ഇത് ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് a/2. അഗൈൻ a cos ഒമേഗ ടി. കോസിന്റെ ഏത് ആംഗിളിനാണ് 1/2 വരിക? എത്ര ആംഗിളിനാണ് വരിക? 60 ഡിഗ്രി. 60 ഡിഗ്രി ക്യാൻ ബി റിട്ടൺ ആസ് π/3. അപ്പൊ എങ്ങനെ എഴുതാം? ഒമേഗ ടി is equal to π/3. So this is 2π/T into t which is equal to π/3. π കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ t is equal to t/6. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മീൻ പൊസിഷനിൽ നിന്ന് ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് പോവാൻ t/12 ആണ്. എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് പോവാൻ t/6. ആ രണ്ട് ഹാഫും കവർ ചെയ്യാനുള്ള ടൈം എന്തല്ല? ഈക്വൽ അല്ല. ബിക്കോസ് അത് എന്തുകൊണ്ട് ഈക്വൽ അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആക്സലറേഷനും വെലോസിറ്റിക്കും ഓരോ പോയിന്റിലും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ അതിലേക്ക് പറഞ്ഞു തരും. അപ്പൊ എപ്പോഴും മനസ്സിലോർത്ത് വെക്കുക, സ്റ്റാർട്ടിംഗ് ഫ്രം മീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും സൈൻ ഫംഗ്ഷൻ ആണ് ഇമ്പോർട്ടൻസ്. നമ്മൾ വെറുതെ സ്റ്റാർട്ടിംഗ് ഫ്രം മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോസിറ്റീവ് ഡയറക്ഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഇക്വേഷൻസിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലം വരുന്നത് ഏത് വെച്ച്? സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ കോസ് ഒമേഗ ടി വെച്ച്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് എന്താ വരാൻ നോക്കാം. അടുത്ത സെക്ഷൻ നോക്കാം. let us go to velocity in SHM. ഇത് രണ്ട് പാർട്ടാക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ ടൈമിന്റെ ടേമിൽ കോൺസ്റ്റന്റ് ആവില്ല. ബിക്കോസ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞില്ലേ, മീൻ പൊസിഷൻ വരുമ്പോൾ സൈൻ ഒമേഗ ടി, മറ്റത് വരുമ്പോൾ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് അതുപോലെ വെലോസിറ്റി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് ഇഫ് ഞാൻ എടുക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഫിസിക്കലി ആലോചിക്കണം. അതിന്റെ അർത്ഥം എന്താ? പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം മീൻ പൊസിഷൻ ആണെങ്കിൽ നമ്മുടെ വെലോസിറ്റി നമുക്ക് ഇങ്ങനെ ചെയ്യാം, dx/dt എന്ന് എഴുതാം. dx/dt ചെയ്താൽ നമുക്ക് എന്താ വരിക? എ ഒമേഗ കോസ് ഒമേഗ ടി. ഞാൻ പറഞ്ഞു സൈൻ ഒമേഗ ടിനെ ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗയാണ്. അപ്പൊ v is equal to ഒമേഗ എ കോസ് ഒമേഗ ടി എന്നാണ് വരിക. പക്ഷെ ഞാൻ ഇതിനെ ബോക്സിനകത്ത് ഇടുന്നില്ല. ബിക്കോസ് ഇത് നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ട. നമ്മൾ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇൻ കേസ് ടൈമിന്റെ ടേമിലാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് തരണം. അതായത് ഇത് സൈൻ ഒമേഗ ടി ആണെങ്കിൽ ഇത് കോസ് ഒമേഗ ടി വരും. ഇതിനെ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ്. അപ്പൊ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ b is equal to വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും യൂസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഫോം ആണ്. ഫോർ എനി വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് the value of velocity and displacement is related as v equal to omega into root of a square minus x square. പക്ഷെ ഇത് യൂസ് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. ഞാൻ പറഞ്ഞു ബിക്കോസ് നമുക്ക് a sin omega t ആണെങ്കിൽ മാത്രമേ ഒമേഗ എ കോസ് ഒമേഗ ടി വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. അപ്പൊ ടൈം അനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ ഏറ്റവും ആദ്യം ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് വേണം കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 0 പാർട്ടിക്കിൾ എവിടെ ഇരിക്കുക? മീൻ പൊസിഷൻ. ബിക്കോസ് എല്ലാ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്നത് മീൻ പൊസിഷനിൽ നിന്നാണ്. അപ്പൊ വെലോസിറ്റി ഈക്വൽ ടു എന്താ വരിക? ഒമേഗ എ വിച്ച് ഇസ് ദ മാക്സിമം വാല്യൂ പോസിബിൾ എന്ന് പറഞ്ഞാൽ SHM-ല് ഒരു പാർട്ടിക്കിളിന് മാക്സിമം വെലോസിറ്റി വരുന്നത് എവിടെ ഇരിക്കുമ്പോഴാണ്? മീൻ പൊസിഷനിലാണ്. ഓക്കെ, അപ്പൊ മീൻ പൊസിഷനിൽ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മീൻ പൊസിഷൻ അല്ല. മീൻ പൊസിഷനിൽ എപ്പോഴും അതിന് എന്തുണ്ട്? മാക്സിമം എന്തുണ്ട്? വെലോസിറ്റി ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, ഇനിയിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ അറ്റ് വാട്ട് പൊസിഷൻ വെലോസിറ്റി ബിക്കംസ് ഹാഫ് ഓഫ് ദ മാക്സിമം വാല്യൂ എന്ന് ചോദിച്ചാൽ ഏത് ഇക്വേഷൻ കൊടുക്കണം? ഈ ഇക്വേഷൻ കൊടുക്കണം. At what time velocity becomes half of the maximum value എന്ന് ചോദിക്കുമ്പോൾ
പറയുമ്പോൾ ഏതാ കൊടുക്കുക? ടൈം ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം മെയിൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഏത് ഇക്വേഷൻ കൊടുക്കണം? ടൈമിന്റെ ഇക്വേഷൻ കൊടുക്കും. അപ്പോഴും ടൈമിന്റെ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യണ്ട. നമ്മൾ ഏത് മാത്രം ഓർത്ത് വെച്ചാൽ മതി? ഈ സൈൻ ഒമേഗ ടി ഓർത്ത് വെച്ചാൽ മതി. അതിന് എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അത് ക്വസ്റ്റൻ ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇനി ആക്സിലറേഷൻ കൂടെ നോക്കാം. ഈ കേസിൽ ആക്സിലറേഷൻ വരാൻ ഞാനത് എഴുതാണ്. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ എ കോസ് ഒമേഗ ടി വന്നു. എനിക്ക് ആക്സിലറേഷൻ വീണ്ടും ഞാൻ ഡി വി ബൈ ഡി ടി ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വരാം? മൈനസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി എന്നാണ് വരാം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, കോസ് ഒമേഗ ടി എന്ന് ചെയ്യുമ്പോൾ മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും. അപ്പൊ എനിക്ക് വരാം ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് തന്നെ, അതേ സാധനം എ സൈൻ ഒമേഗ ടി. അല്ലെങ്കിൽ ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എഴുതി. ഇത് സ്റ്റാൻഡേർഡ് ഫോം ആണ്. ദിസ് ഇസ് സ്റ്റാൻഡേർഡ് ഫോം. ഇത് മാറില്ല. എക്സ് അനുസരിച്ച് എല്ലാ ഫോമിലും നമുക്കത് യൂസ് ചെയ്യാം. പക്ഷെ ടൈമിന്റെ ഇക്വേഷൻ എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്ത് കൊടുക്കരുത്. ഡിപ്പെൻഡിങ് അപ്പോൺ ഇനീഷ്യൽ കണ്ടീഷൻസ് കൊടുക്കുക. ഇനിയിപ്പോ ഇവിടെ നോക്കുക, എവിടെയാണ് ആക്സിലറേഷൻ മാക്സിമം വരിക? എക്സ്. ഈ മൈനസ് സൈൻ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. അപ്പൊ എവിടെ ആക്സിലറേഷൻ മാക്സിമം വരിക? എക്സ് മാക്സിമം വരണെടുത്താം. എക്സ് മാക്സിമം എന്ന് പറയുമ്പോൾ എവിടെയാണ്? എക്സ്ട്രീം പൊസിഷൻ. അപ്പൊ എക്സ്ട്രീം പൊസിഷനിൽ എന്ത് മാക്സിമം ആണ്? ആക്സിലറേഷൻ മാക്സിമം ആണ്. എന്താ വരിക? ഒമേഗ സ്ക്വയർ എ. മൈനസ് സൈൻ അവിടെ ഉണ്ട്. മൈനസ് സൈൻ വാല്യൂ മാത്രം ചോദിക്കുകയാണെങ്കിൽ മൈനസ് സൈനിന് റെലവൻസ് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം അറ്റ് മീൻ പൊസിഷൻ വെലോസിറ്റി ഈസ് മാക്സിമം. അറ്റ് എക്സ്ട്രീം പൊസിഷൻ എന്ത് മാക്സിമം ആണ്? ആക്സിലറേഷൻ മാക്സിമം. ഇനി ഇവിടുത്തെ വെലോസിറ്റി കൂടെ നോക്കാം കേട്ടോ. അറ്റ് എക്സ്ട്രീം പൊസിഷൻ വെലോസിറ്റി എന്താ നോക്കാം. വെലോസിറ്റി ഈക്വൽ എക്സ്ട്രീം പൊസിഷൻ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? എ. എക്സ്ട്രീം പൊസിഷന്റെ വെലോസിറ്റി എത്ര വരും? 0. അതേപോലെ ഇവിടെ മീൻ പൊസിഷനിൽ ആക്സിലറേഷൻ നോക്കാം. ആക്സിലറേഷൻ ഈക്വൽ എന്താ വരിക? 0. നമുക്ക് കമ്പൈൻ ചെയ്യാം. For an SHM at mean position velocity is maximum, acceleration is minimum. And for an SHM at extreme position acceleration is maximum but velocity is minimum. Minimum velocity എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. ഇതാണ് നമ്മൾക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്ന ഇക്വേഷൻസ് തന്നെ ഓർത്ത് വെക്കുക. അതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, now let us go to different graphs in SHM. First one is force versus displacement graph. നമുക്കറിയാം SHM ലെ force is equal to minus kx ആണ്. അപ്പോൾ ഫോഴ്സ് y ആക്സിസിലും ഡിസ്പ്ലേസ്മെന്റ് x ആക്സിസിലും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ y proportional to minus x എന്നാണ് വരിക. അപ്പോൾ ഗ്രാഫ് വരച്ച് എങ്ങനെ വരും? y proportional to minus x ആണ് കേട്ടോ. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഫോഴ്സ് along x y ആക്സിസ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഫോഴ്സ് along x ആക്സിസും ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. Force along y axis, displacement along x axis. Okay, നമ്മൾ അതിന്റെ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ tan theta. എപ്പോഴും സ്ലോപ്പ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു x axis ആണ്. അപ്പൊ tan theta ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാം സ്ലോപ്പ് tan theta. സ്ലോപ്പിന്റെ വാല്യൂ tan theta which is equal to k ആയിരിക്കും വരാം. ഇതാണ് ഫസ്റ്റ്. ഫോഴ്സ് എങ്ങനെയാണ് മാറുന്നത് അതുപോലെ തന്നെയാണ് ആക്സിലറേഷൻ മാറുക. ബിക്കോസ് ആക്സിലറേഷൻ ഇപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് അല്ലേ. അപ്പൊ ഇപ്പൊ ഇവിടെ തന്നെ ആക്സിലറേഷന്റെ ഗ്രാഫ് വരച്ചാലും ആക്സിലറേഷൻ വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും? സെയിം. പക്ഷെ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആരോട് ഈക്വലന്റ് ആണ്? മൈനസ് ആൻഡ് ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ അവിടെ തീറ്റ നമുക്ക് എത്രയോ വാല്യൂ 1 എന്നോ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഒമേഗയുടെ വാല്യൂ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അവിടെ നിന്ന് ഒമേഗ അല്ല നമ്മളോട് ചോദിക്കുക. എന്താ ചോദിക്കുക? ടൈം പീരീഡ് ആണ് ചോദിക്കുക. അപ്പൊ അത് ഓർത്ത് വെക്കുക. ആക്സിലറേഷൻ വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആണ്. ബട്ട് ഫോഴ്സ് വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. രണ്ടും സ്ട്രെയിറ്റ് ലൈൻസ് തന്നെയാണ്. സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. അങ്ങനെയാണ് തിയററ്റിക്കലി ചോദിക്കുക. ഇനി വെലോസിറ്റി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോൾ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് എഴുതി ആയാൽ വെലോസിറ്റി നമുക്കറിയാം എ ഒമേഗ കോസ് ഒമേഗ ടി ആണ്. ഓക്കെ, ഞാൻ ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ ഇവിടെ ഈ സൈഡിൽ എഴുതാണ്. ഈ ഇക്വേഷൻസിൽ നിന്ന് എനിക്ക് സൈൻ ഒമേഗ ടീനെ ഐ ക്യാൻ റൈറ്റ് എക്സ് ബൈ എ എന്ന് എഴുതാം. cos omega t I can write v by a omega എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എപ്പോഴും സൈൻ നമുക്ക് വേണ്ടത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സും വി നമ്മൾ റിലേഷനാണ്. ബട്ട് വെനെവർ യു ഹാവ് സൈൻ ഒമേഗ ടി ആൻഡ് കോസ് ഒമേഗ ടി എപ്പോഴും അതിനെ സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ ആക്കി എഴുതാൻ നോക്കുക. അതൊരു ട്രിക്കാണ്. അപ്പൊ നമ്മൾ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് വരാം സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് v square by a square omega square which is equal to sin square omega t plus cos square omega t. What is sin square omega t plus cos square omega t? 1 ആണ്. അപ്പോൾ ആ ഇക്വേഷൻ ഇങ്ങനെയാ വരിക. x square by a square plus v
v square by a square omega square which is equal to 1 എന്ന് വന്നു. ഓക്കെ, ഇത് മാത്സ് അറിയുന്നവർക്കും മാത്സ് അറിയാത്തവർക്കും ഒരുപോലെ അറിയേണ്ട കാര്യം തന്നെയാണ്. ബിക്കോസ് നമ്മൾ പല ഷേപ്പുകൾ പഠിക്കുന്നതാണ്. അപ്പൊ നമ്മളിവിടെ പ്ലോട്ട് ചെയ്യണത് ഇത് എക്സ് ആക്സിസിലും ഇത് വൈ ആക്സിസിലും ആണെങ്കിൽ ഇതിന്റെ ഫോം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ്. ഇത് ആരുടെ ഇക്വേഷൻ ആണ്? എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. ആരുടെ ഇക്വേഷൻ ആണ്? എലിപ്സ്. അപ്പൊ നിങ്ങളോട് എങ്ങനെയാ ചോദിക്കുക? വെലോസിറ്റി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഇൻ SHM എന്ത് ഷേപ്പാണ്? എലിപ്സ് ആണ്. തിയറി ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ആ ഗ്രാഫ് തന്നിട്ട് ഇതിൽ ഏത് ഗ്രാഫാന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എലിപ്സ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫ് നമ്മൾ എക്സ് ആക്സിസിൽ ഇത് വരയ്ക്കുക, വി ഇവിടെ വരയ്ക്കുക. എലിപ്സ് ഇങ്ങനെയും വരയ്ക്കാം, തിരിച്ച് ഇങ്ങനെയും വരയ്ക്കാം. എങ്ങനെയും വരയ്ക്കാം. നിങ്ങൾ തൽക്കാലം ഇങ്ങനെ വരയ്ക്കണം. ഇത് എങ്ങനെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എ ആണ്, ഇതെന്താ വരാ? എ ഒമേഗയാണ്. സപ്പോസ് എ ഒമേഗ ഗ്രേറ്റർ ആണെങ്കിൽ അത് നീളം ഇവിടെ കൂടുതലായിരിക്കും. ജനറലി സ്പീക്കിംഗ് ഇറ്റ് ഇസ് എന്താണ്? എലിപ്സ് ആണ്. സോ വെലോസിറ്റി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഇസ് എലിപ്സ്. Force versus displacement graph is straight line passing through origin. Acceleration versus displacement graph is straight line passing through origin. Velocity versus displacement graph is എന്താണ്? ellipse ആണ്. ആ ellipse ന്റെ ഷേപ്പ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ബട്ട് ദാറ്റ് ഷേപ്പ് കുഡ് ബി ഇങ്ങനെ ആവാം. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ എന്താണ്? ദ വാല്യൂ ഓഫ് എ ഒമേഗ. ഈ വാല്യൂ എക്സ് കോർഡിനേറ്റ് ഇതാണെങ്കിൽ ഇത് എ ആണ്, വി ഇതാണെങ്കിൽ എ ഒമേഗ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നേരെ ഈ വാല്യൂസ് മാറ്റി കൊടുക്കണം. ഓക്കെ, ഇതാണ് അടുത്ത പോയിന്റ്. ഒരു ഗ്രാഫും കൂടെ ബാക്കിയുണ്ട്. ഏതാണ്? വെലോസിറ്റി വേഴ്സസ് ആക്സലറേഷൻ ഗ്രാഫ്. നോക്കാം നമുക്ക്. വെലോസിറ്റി വേഴ്സസ് ആക്സലറേഷൻ ഗ്രാഫ് അല്ലെങ്കിൽ ആക്സലറേഷൻ അലോങ് വൈ ആക്സിസ്, ആക്സലറേഷൻ വേഴ്സസ് വെലോസിറ്റി ഗ്രാഫ് നോക്കാം. ഓക്കെ, അപ്പോഴും ഗ്രാഫ് ചെയ്യുമ്പോൾ തന്നെയാണ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് എ സൈൻ ഒമേഗ ടി എടുത്താൽ വെലോസിറ്റി is equal to a omega cos omega t എടുക്കാം. ആക്സലറേഷൻ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി അല്ലെ? ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇത് രണ്ടും അല്ലേ വേണ്ട? അപ്പോഴും ഇവിടെ കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി ഉണ്ട്. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് സ്ക്വയർ ഒമേഗ ടി എന്ന് വരും. അപ്പൊ എനിക്ക് വരുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. v by a square omega square plus a by ഇങ്ങനെയാ വരിക omega square a the whole square which is equal to 1. So if I plot this along y axis, this along x axis, again the graph will be എന്തായിരിക്കും? എലിപ്സ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ വെലോസിറ്റി, ഇവിടെ ആക്സലറേഷൻ ആണ്, ഇവിടെ എലിപ്സ് ആണ്. ഇനി നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇവിടുത്തെ വാല്യൂസ് ആണ് മാറ്റി തരാം. ഇവിടെ വെലോസിറ്റിന്റെ മാക്സിമം വാല്യൂ അതേതാ? എ ഒമേഗ. ഇവിടെ ആക്സലറേഷന്റെ മാക്സിമം വാല്യൂ അതേതാ വാല്യൂ വരിക? ഒമേഗ സ്ക്വയർ. ഇതാണ് നമ്മളുടെ വെലോസിറ്റി വേഴ്സസ് ആക്സലറേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അതും എന്ത് തന്നെയാണ്? എലിപ്സ് ആണ്. ഓക്കെ, അപ്പൊ ടൈം കുറെ ആയതുകൊണ്ട് നമ്മൾ പ്രോബ്ലംസ് ഒരു സെപ്പറേറ്റ് സെഷനായിട്ട് സെക്കൻഡ് സെഷനായിട്ട് ചെയ്യാം. അപ്പൊ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സെഷൻ പ്രോബ്ലംസ് ആയിട്ട് ചെയ്യാം. പ്രോബ്ലംസ് കാണാം കേട്ടോ എല്ലാവരും. ഓക്കെ.